ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്ലാസ് 1 ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠം 9 വീട് കെട്ടണം ഡിയാ ഡിയ എന്ന പാഠത്തിലെ ഒരു കഥ കേട്ടാലോ? കേക്ക് കൊണ്ടൊരു വീട്. കഥയുടെ പേരെന്താ? പറഞ്ഞേ. കേക്ക് കൊണ്ടൊരു വീട്. എന്തുകൊണ്ടാ വീട്? കേക്ക് കൊണ്ടൊരു വീട്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. പാടിപ്പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു. ഭംഗിയുള്ള ഒരു വീട്, മുറ്റം നിറയെ മഞ്ചാടിമണികൾ, ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ, ജനലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വിശേഷം? പൂങ്കിളി ചോദിച്ചു. ഇന്ന് എൻ്റെ പിറന്നാളാ, വീട് പറഞ്ഞു. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക്സ്. ആട്ടവും പാട്ടും എല്ലാമുണ്ട്. പൂങ്കിളിയെ, നീയും പങ്കുചേരണേ. തീർച്ചയായും. കൂട്ടുകാരെ, എന്താ ഇതുവരെ കഥ പറഞ്ഞത്? കൂട്ടുകാർ ആ വീട് കണ്ടോ? എന്തു ഭംഗിയാണല്ലേ വീട്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ളൊരു കഥയാണ്. പാറിപ്പറക്കുന്ന പൂങ്കിളി ആ കാഴ്ച കണ്ടത്. എന്ത് കാഴ്ച കണ്ടത്? ഭംഗിയുള്ളൊരു വീടല്ലേ. എന്തു ഭംഗിയായി ഈ വീട് കാണാൻ. ആ വീടിൻ്റെ മുറ്റത്ത് എന്താണ് കിടക്കുന്നത്? മുറ്റം നിറയെ മഞ്ചാടി മുത്തുകൾ കിടക്കണു അല്ലേ? മുറ്റം നിറയെ മഞ്ചാടി മണികൾ. കൂട്ടുകാർ കണ്ടോ മുറ്റത്ത് മഞ്ചാടി മണികൾ കിടക്കുന്നത്? ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നികളുണ്ട്. പിന്നെയോ ജനലും വാതിലും ഒക്കെ അലങ്കരിച്ച് വെച്ചിരിക്കണ്. ഈ കാണുമ്പോൾ നമ്മളായാലും ചോദിക്കില്ലേ, എന്താ ഈ വീട്ടിലെ വിശേഷം എന്ന്? അതുപോലെ നമ്മുടെ പൂങ്കിളിയും ചോദിച്ചു, എന്താ ഇവിടെ വിശേഷം? അപ്പം എന്താ വീട് പറഞ്ഞത്? വീട് പറഞ്ഞു, ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന്. പിറന്നാളെന്ന് പറഞ്ഞ എന്താ? ജനിച്ച ദിവസം അല്ലേ? അപ്പം ആ വീടുണ്ടായ ദിവസമാണെന്ന്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ പൂങ്കിളി എന്താ പറഞ്ഞേ? പൂങ്കിളി പറഞ്ഞു, നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. ഇത് കേട്ട് നമ്മുടെ വീട് പറഞ്ഞു, താങ്ക്സ്. അപ്പം നമ്മുടെ വീട് എന്താ പറഞ്ഞേ? താങ്ക്സ് എന്ന് വെച്ചാൽ നന്ദിയുണ്ടെന്നല്ലേ. പിറന്നാളാശംസകൾ നേർന്നപ്പോൾ തിരിച്ച് താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് വീട് പറഞ്ഞേ, ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്. പൂങ്കിളിയെ, നീയും പങ്കുചേരണേന്ന്. പൂങ്കിളിയെ ആര് വിളിച്ചു? വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ പൂങ്കിളി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാന്ന്. കൂട്ടുകാർക്ക് ഇതുവരെയുള്ള കഥ മനസ്സിലായോ? ഇനി ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.